നമുക്ക് ട്രാൻസ്പാരൻറ്റ് ഫ്രെയിം അതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുക, പിന്നെ അതിൻ്റെ ചെറിയൊരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഏതൊക്കെ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ ചെറിയൊരു പാക്കിംഗ് ഐഡിയയും കൂടെ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതുപോലുള്ളൊരു ഫ്രെയിമാണ്. ഇത് ഡബിൾ സൈഡ് ഗ്ലാസ് വരുന്ന ഫ്രെയിമാണ്. ഇത് നമുക്ക് പല സൈസിലും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് A5 സൈസിൽ വരുന്നുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഗ്ലാസ്സാണ് ഈ ഒരു ഫ്രെയിമിന് ഉണ്ടാവുക. പിന്നെ അതുപോലെ നമുക്ക് ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് വെക്കാനും ഒക്കെ ഇത് സ്യൂട്ടായിരിക്കും. പിന്നെ അതുപോലെ നമുക്കിത് ഹാങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്രെയിമും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിമിൽ നമുക്ക് നോർമൽ ഫോട്ടോസും നമുക്ക് വെക്കാൻ പറ്റും, അതുപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും വെക്കാം. പിന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്ലവേഴ്സും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു വിൻറ്റേജ് സ്റ്റൈലിലും ഒക്കെ നമുക്ക് ഈ ഫ്രെയിമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫ്രെയിം നമുക്ക് എങ്ങനെ ഇതിൽ ചെയ്യാം എന്നാണ്. 2 രീതിയിൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്റ്റിക്കർ ടൈപ്പ്, അതായത് നമുക്കിത് ഇങ്ങനെ പൊളിച്ചിട്ട് ഒട്ടിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ നോർമൽ OHP ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ 2 ഗ്ലാസിൻ്റെ ഇടയിൽ വെക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഫ്രെയിം നമുക്ക് നോർമൽ ഫ്രെയിമിൽ ചെയ്യാൻ പറ്റൂല എന്നാണ്. അതിലും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ നമുക്ക് ഈ ഒരു OHP ഷീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര സേഫ് ആയിരിക്കില്ല. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടാവുന്നത് സ്റ്റിക്കർ ടൈപ്പ് ട്രാൻസ്പാരൻറ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം, കാരണം ബബിളൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ബബിളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പക്ഷെ ഇതുപോലുള്ള ഫ്രെയിമിന് എന്തായാലും സ്റ്റാർട്ടിങ് 500 എന്തായാലും വരുന്നുണ്ട്. 500 ഞാനൊരു ജസ്റ്റ് ഒരു എമൗണ്ട് പറഞ്ഞാണ്. എന്തായാലും സ്റ്റാർട്ടിങ് ഈ ഒരു ഫ്രെയിമിന് മാത്രമായിട്ട് അത്ര റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ട്രാൻസ്പാരൻറ്റ് ഫ്രെയിമിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നത്. അപ്പം പലരും ഇത്ര റേറ്റ് കാണുമ്പം എന്താ ഇത്ര റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓരോ ഫ്രെയിമിനും ആ ഒരു ഫ്രെയിമിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് പറയുക. പിന്നെ ബാക്കിയുള്ള നോർമൽ ഫ്രെയിമിനെയും കാട്ടിലും ട്രാൻസ്പാരൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി റിസ്ക്കാണ്. നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രിൻറ്റിങ് കോസ്റ്റും കമ്പയർ ചെയ്യുമ്പം കുറച്ച് കൂടുതലായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് വരുന്നത് ട്രാൻസ്പാരൻറ്റ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത്. ഇപ്പം സാധാരണ നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സ്റ്റിക്കറായിട്ടും ചെയ്യുക, അല്ലാതെ OHP ഷീറ്റിലും ചെയ്യുക. ഈ ഒരു ഷീറ്റിന് നമ്മൾ OHP ഷീറ്റ് എന്നാണ് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിന് പറയുക. അത് നമുക്ക് ഇതുപോലെ റിവേഴ്സായിട്ട് നമുക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റും, അല്ലാതെയും ചെയ്യാൻ പറ്റും. ഈ റിവേഴ്സ് ആയിരിക്കും കുറച്ചും കൂടെ നമ്മുടെ ഈ ഡബിൾ സൈഡ് ഗ്ലാസ് ഉള്ള ഫ്രെയിമിൽ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലുണ്ടാവുക റിവേഴ്സ് പ്രിൻറ്റിങ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് നമ്മുടെ അടുത്തുള്ള ഫ്രെയിമിന് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ അളവ് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിം നമുക്ക് ഒരുപാട് ഓൺലൈൻ സ്റ്റോറൊന്നും, അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഓൺലൈൻ ക്രാഫ്റ്റ് സ്റ്റോറൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നമുക്ക് എജുമാർട്ടിൽ നിന്നൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള ഫ്രെയിം. ഈ ഒരു ടൈപ്പ് ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെങ്തി ആയി പോവും. പിന്നെ നമുക്ക് ഇത് പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റിയ ലേസർ പ്രിൻറ്റിംഗ് ഒക്കെ ഉള്ള ഷോപ്പിൽ നിന്നാണ് നമുക്ക് പ്രിൻറ്റിങ് കിട്ടുക. ഇത് OHP ഷീറ്റ് പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിൽ നമുക്കൊരു വൈറ്റ് ഷീറ്റ് കവർ പോലെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് വൈറ്റ് കളറിൽ കാണുന്നത്. ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ് OHP ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വരാതെ നോക്കണം. അതായത് നമ്മളത് ഡയറക്റ്റ് പിടിക്കുന്ന സമയത്ത് അതിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് പിടിച്ചിട്ടൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് സാനിറ്റൈസറോ അല്ലെങ്കിൽ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല കോട്ടൺ ക്ലോത്തോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഫിംഗർ പ്രിൻറ്റ് വരാതെ തന്നെ കെയർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആവുന്ന സമയത്ത് അതിൽ നന്നായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ്.
നമുക്ക് ഈ ഒരു ഷീറ്റ് ഈ ഒരു 2 ഗ്ലാസിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ ബാക്കിലുള്ള ഒരു കവർ ജസ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെക്കേണ്ടത്. ഇതിന് നമ്മൾ OHP ഷീറ്റ് എന്നാണ് പറയുക. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും, ട്രാൻസ്പാരൻറ്റ്. അപ്പോൾ നമ്മളിത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസ് വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് ഗ്ലാസ് പിടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കിതിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഓപ്പണിംഗ് ഉള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ടാപ്പോ ഇൻസുലേഷൻ ടാപ്പ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് കാണില്ലല്ലോ. അപ്പം അതുകൊണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഗ്ലാസ് പുറത്തേക്ക് വരാതിരിക്കും. സേഫായിട്ട് തന്നെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതുപോലെ ടേബിൾ ടോപ്പൊക്കെ വെക്കാൻ പറ്റിയിട്ട് ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് ഫ്രെയിം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ സെയിം സംഭവം നമുക്ക് നോർമലായിട്ടുള്ളൊരു ഫ്രെയിമിലും നമുക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ പോലെ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കർ പോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം, ബബിളൊന്നും വരാതെ തന്നെ. പിന്നെ മെയിനായിട്ട് ഇതുപോലെ നമ്മളെ യുണീക്ക് ഐറ്റംസ് അല്ലെങ്കിൽ ഇതുപോലെ പ്രൊഡക്റ്റീവ് ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് എങ്ങനെയാണ് നമ്മളിതിന് പ്രൈസ് ഇടുക, എത്ര റേറ്റാണ് നമ്മളിതിന് കൊടുക്കുക, ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ഐറ്റം ആണെങ്കിലും ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിന് വരുന്ന മെറ്റീരിയൽ കോസ്റ്റാണ്. മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് അതിൻ്റെ വർക്കിംഗ് ടൈം കോസ്റ്റ് വരുന്നത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വരുന്നോ ആ എക്സ്പെൻസ് നോക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്, നമ്മളുണ്ടാക്കിയ സാധനമാണ്, നമുക്കറിയാം അതിൽ എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, എത്ര നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങളൊരു റേറ്റ് ആണ് പറയേണ്ടത്. കാരണം നമുക്ക് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇത്ര റേറ്റ് അതിനിടുന്നുള്ളത്. കാരണം നിങ്ങൾക്കാണ് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ പ്രൊഡക്റ്റിന് അതിൻ്റേതായ റേറ്റ് നിങ്ങൾ ഇടുക. മറ്റവരങ്ങനെയാണല്ലോ ഇവരിങ്ങനെയാണല്ലോ ചെയ്തതെന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണ്, കാരണം ആരും ഇത് നഷ്ടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളൊരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടിന് കുറച്ച് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കതിൽ നിന്ന് കിട്ടണം. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഓരോ പ്രൊഡക്റ്റിനും, നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്തും. അപ്പോൾ പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ഈ ഫ്രെയിം റാപ്പ് ചെയ്യുന്ന പല രീതിയിൽ നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടൈപ്പ് റാപ്പിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്, ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തെർമോക്കോളിൽ സേഫായിട്ടും അത് നന്നായിട്ട് 2 സൈഡും തെർമോക്കോൾ വെച്ച് ഒട്ടിച്ച് സേഫായിട്ട് ആക്കിയതിന് ശേഷമാണ് നമ്മൾ റാപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒരു ഫാൻ ടൈപ്പൊക്കെ ആയിട്ടുള്ള ഒരു റാപ്പിംഗ് ഐഡിയ ആണ് ഇത്. നമുക്ക് ചെയ്യാനും സിമ്പിളാണ്, പോരാത്തതിന് നല്ലൊരു അടിപൊളി ലുക്ക്, നല്ലൊരു എലഗൻ ലുക്ക് തന്നെ ആയിരിക്കും നമ്മൾ ആ ഒരു റാപ്പിംഗ് ആയിട്ട് ചെയ്ത് കഴിയുമ്പം ആ ഒരു റാപ്പ് ഗിഫ്റ്റിന് ഉണ്ടാവുക. അപ്പം അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റാപ്പിംഗ് ഐഡിയ ആണ്.
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റോ ഫ്രെയിമിൻ്റെയോ അല്ലെങ്കിൽ സേവ് ദി ഡേറ്റ് ഒക്കെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.